കോൺഗ്രസ് നേതാക്കൾ ചതിച്ചെന്ന് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത വാർഡ് മെമ്പർ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാ കുറിപ്പ്. 3 നേതാക്കളുടെ പേരുകൾ കത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് സൂചന. പേര് വെളിപ്പെടുത്താതെ പോലീസ്. സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശമുണ്ട്. ദീപക് മലയമ്മയും ദീപക് മോഹനും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ദീപക് മോഹനിലേക്ക്. ദീപക് മോഹൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. നേരത്തെ എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പിന്നീട് കണ്ടെത്തിയിരുന്നു. എൻ.എം. വിജയനും മകൻ ജിജേഷിന്റെയും ആത്മഹത്യാ കുറിപ്പിൽ അന്ന് മുതിർന്ന നേതാക്കൾക്കെതിരെ പേരുണ്ടായിരുന്നു. IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും ഗോപിനാഥന്റെയും അടക്കമുള്ള പേരുകൾ അന്ന് എൻ.എം. വിജയൻ എഴുതിയിരുന്നു. ഇപ്പോൾ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൂടി കണ്ടെത്തുമ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പിലും 3 നേതാക്കളുടെ പേരുണ്ട് എന്ന സൂചനയാണോ നമുക്ക് ലഭിക്കുന്നത്? ദീപക് മോഹൻ, വീണ്ടും കോൺഗ്രസിന്റെ വയനാട് ജില്ലാ നേതൃത്വം പ്രതിക്കൂട്ടിലാവുകയാണോ? ദീപക്. അരുൺകുമാർ, വീട്ടിൽ പോലീസ്, അതായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്കെത്തിയ പോലീസ് വിശദമായ പരിശോധന നടത്തുന്നതിനിടയിലാണ് വീടിനകത്ത് വെച്ച് 3 പേജുകളുള്ള ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസിന്റെ 3 നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചന. ഒപ്പം കോൺഗ്രസ് ചതിച്ചെന്നും പാർട്ടി തന്നെ വഞ്ചിച്ചുവെന്നും ഉള്ള രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. സാമ്പത്തികമായി ബാധ്യതയുണ്ട് എന്നും ജോസ് നെല്ലേടം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞത് തന്നെ അബദ്ധത്തിൽ തന്നെ പെടുത്തി എന്നുള്ള രീതിയിലുള്ള പരാമർശം ഉണ്ട് എന്ന് തന്നെയാണ്. ഈ 3 ആളുകളുടെയും പേരുകൾ, അതായത് കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകളുടെ പേരുകളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുടുംബത്തിന് വേണ്ടി താൻ ഒരുപാട് ചെയ്തു, അതോടൊപ്പം നാടിന് നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. പക്ഷേ ഇത്തരത്തിൽ താൻ വിശ്വസിച്ചിരുന്ന പാർട്ടിയിലുള്ള ആളുകൾ, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകൾ ആണ് ഇത്തരത്തിൽ തന്നെ ചതിച്ചത് എന്നാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ മുള്ളൻകൊല്ലി പുൽപ്പള്ളിയിലെ കോൺഗ്രസിലെ വിഭാഗീയത നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു. അതിനിടയിലാണ് ഈ കാനാട്ട് മല തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തു കൊണ്ടുവച്ചു എന്ന കേസ് വന്നത്. അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ നേരത്തെ ഈ തങ്കച്ചൻ പറഞ്ഞ പേരുകളിൽ ഉൾപ്പെട്ട ആളുകളാണോ എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അരുൺ. ഓക്കെ, ദീപക് മലയമ്മ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് മലയമ്മ, നേതാക്കൾ ചതിച്ചുവെന്നും 3 നേതാക്കൾക്കെതിരെ പേര് തന്നെ ജോസ് നെല്ലേടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിൽ പേരുകൾ പോലീസ് പക്ഷേ പുറത്തുവിട്ടിട്ടില്ല. 3 കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്നതാണ് ഇപ്പോഴത്തെ അനുമാനം. ജോസ് നെല്ലേടത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയായിരുന്നു. തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കാൻ വേണ്ടി മദ്യ പാക്കറ്റുകളും തോട്ടയും അടക്കം അവിടെ കൊണ്ട് ചിലരിട്ടു. ആ വിവരം പോലീസിനെ അറിയിക്കാൻ വേണ്ടി ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ ഈ വിവരം അറിയിക്കുന്നത് ജോസ് നെല്ലേടമാണ്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ തനിക്കെതിരെ അന്വേഷണം വരുന്നു എന്നതുകൂടി ഭയന്നാണ് നേതാക്കളുടെ പേര് എഴുതി വെച്ചു തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ്. ആ നേതാക്കളുടെ പേര് മാത്രമേ ഇപ്പോൾ പുറത്തു വരാൻ ഇനി ബാക്കിയുള്ളത്. അല്പസമയത്തിനുള്ളിൽ പുറത്തു വരികയും ചെയ്യും. ഇൻക്വസ്റ്റിന്റെ ഭാഗമായത് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ND അപ്പച്ചൻ, PD സജി, അനീഷ് അടക്കമുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്, അല്ലേ ദീപക് മലയമ്മ? അരുണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ N.M. വിജയൻ ബത്തേരി മുൻ DCC ട്രഷറർ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തേക്ക് വന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ അദ്ദേഹം ആ കാര്യങ്ങൾ വിശദമായി തുറന്നെഴുതുന്ന സാഹചര്യമുണ്ടായി. അന്ന് സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് പുൽപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ, മുള്ളംകൊല്ലിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം അടക്കം തന്നെ എങ്ങനെ ചതിച്ചു എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ജോസ് നെല്ലേടം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ മുള്ളംകൊല്ലിയിൽ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് മുള്ളംകൊല്ലി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര കണ്ട് അടിവേരുള്ള മണ്ണാണ്. അവിടെയാണ് അത്തരത്തിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ അത് കയ്യാങ്കളിയിലേക്ക് വരെ പോവുകയും ചെയ്തു. പിന്നീട് ND അപ്പച്ചനു അനുകൂലിക്കുന്ന ഒരു വിഭാഗം, അതിൽ ജോസ് നെല്ലേടം അടക്കമുള്ള ആളുകളുണ്ട്. മറുവശത്ത് IC ബാലകൃഷ്ണനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം. അങ്ങനെ 2 വിഭാഗങ്ങളായി തിരിയുകയും ആ വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത രൂക്ഷമാകുകയും ഒക്കെ ചെയ്തതിന്റെ ബാക്കി പത്രം എന്ന കണക്കിനാണ് ഇനിയിപ്പോൾ ജോസ് നെല്ലേടം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുള്ളതെന്നാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു വ്യാജ കേസ് ഉണ്ടായ ഘട്ടത്തിൽ ആ കേസിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ആരൊക്കെയാണ് എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ജോസ് നെല്ലേടത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ അടുത്ത പ്രതികരണമായി തന്നെ ജോസ് നെല്ലേടം നൽകിയിട്ടുണ്ട്. അതായത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തനിക്ക് കിട്ടിയ വിവരം താൻ കൈമാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ സംഘത്തിനൊപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹവും ഭാഗമായി പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങനെയെങ്കിൽ ആ ഭാഗമാകേണ്ടി വന്ന സാഹചര്യം ഏതാണ്, ആരൊക്കെയാണ് ഇതിന് ചുക്കാൻ ബിജു
ജോസ് നെല്ലേടത്തിന്റെ ബന്ധു നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ബിജു, കണ്ടോളൻസസ് ആദ്യമേ പറയട്ടെ. ജോസ് നെല്ലേടത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും നല്ലത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസ് വിമതനായി മത്സരിക്കുമ്പോഴും ആ വാർഡിലെ ജനങ്ങൾ ജോസ് നെല്ലേടത്തെ വിശ്വസിച്ചിരുന്നു. ജോസ് നെല്ലേടം ചതിക്കപ്പെട്ടു എന്നാണോ നിങ്ങളുടെയും ധാരണ? ജോസ് നെല്ലേടത്തിന്റെ ബന്ധുവാണ്. ജോസ് നെല്ലേടത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നേതാക്കൾ ചതിച്ചു എന്ന് ജോസ് നെല്ലേടം എഴുതണമെങ്കിൽ സ്വാഭാവികമായും അതിൽ ഈ ജോസ് നെല്ലേടത്തെ കണ്ണു ചേർക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.